മുട്ട ചേർക്കാതെ നമുക്ക് ഒരു മയോണൈസ് ഉണ്ടാക്കാം ഉരുളൻകിഴങ്ങ് കൊണ്ട്. ഉരുളൻകിഴങ്ങ് കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ടിട്ടുണ്ട്, സ്റ്റൗമ്മ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞെടുത്ത് വരാം. ഉരുളൻകിഴങ്ങൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉടച്ച് കൊടുത്തിട്ട് മിക്സിയിലിട്ട്, ഉരുളൻകിഴങ്ങ് ഇങ്ങനെ മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി വെള്ളുള്ളി ഇഷ്ടമുള്ളവർക്ക് ഒരു വെള്ളുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് പാലോ ഒന്നുമല്ല, ഞാനിതിൽ ചേർക്കുന്നത് കട്ടിയുള്ള തൈരാണ്. കുറച്ച് തൈരും കുറച്ച് വയലും. അങ്ങനെ നമുക്ക് ഇത് അടിച്ചുതരാം. കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി മോരും കൂടിയും ചേർക്കാം. ബാക്കി തൈരും കുറച്ചും കൂടെ വയലൊഴിക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് പഞ്ചസാരയും ചേർക്കാം. നമുക്ക് അടിച്ചെടുത്ത് വരാം. മയോണൈസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. മയോണൈസ് പാത്രത്തിലേക്ക് ഒഴിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുറഞ്ഞ സാധനങ്ങൾ മതി ഇതിന് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും. മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം.